നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടി രേണുസുതി 3ാമത്തെ സ്റ്റേജിലാണ് കിടക്കുന്നത്, വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾ ആ 3rd സ്റ്റേജ് എത്തുന്നതിന് മുന്നേ ഇപ്പോൾ തന്നെ നമുക്ക് അത്തരം അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എത്തുന്നത്. കോഴിക്കോട് പന്തിരങ്കാവിനടുത്ത് നൂറയിലാണുള്ളത്. ജപ്പാൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലാബിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്യൂജി ഫിലിമൊക്കെ കേട്ടിട്ടില്ലേ, അവരുടെയാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അത് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബോഡിയെ കുറിച്ചിട്ട് നമുക്ക് വളരെ വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ AI എനേബിൾഡ് ഹെൽത്ത് സ്ക്രീനിങ് സെന്ററിലാണ് ഞങ്ങളിപ്പോൾ. അൾട്രാ ലോ റേഡിയേഷനാണ് ഇവിടുത്തെ CT സ്കാൻ ഉള്ളത്. മറ്റ് ലേസർ റേഡിയേഷനേക്കാളും 97% കുറവാണ് ഇവിടുത്തെ CT സ്കാൻ വരുന്നത്. കംപ്ലീറ്റ് ബോഡി സ്ക്രീനിങ് ഇവിടെ നടക്കും, അതും 120 മിനിറ്റ് കൊണ്ട് തീരും എന്നുള്ളതാണ്. റിയൽ ടൈം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ റിപ്പോർട്ട് അപ്പം തന്നെ കിട്ടും. അതുപോലെ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ റിപ്പോർട്ട്സ് ആണ്. നമുക്ക് തന്നെ മനസ്സിലാവും. ഇനി അത് പറഞ്ഞു തരാൻ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും. ചികിത്സയില്ല, ചികിത്സ നമ്മുടെ ഫാമിലി ഡോക്ടറെ അടുത്തോ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലോ ആവശ്യമെങ്കിൽ ചികിത്സ തരാവുന്നതാണ്. എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റേജുകളും കൃത്യമായിട്ട് വിവരിച്ചു തരും. ഞാനിത് 2ാം തവണയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലിയായി പോയി ചെയ്യുന്നു എന്നുള്ളൂ. ബാംഗ്ലൂര് 2024 ഞാൻ ചെയ്തതാണ്, 26 ഞാൻ ചെയ്തതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിലും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് കോഴിക്കോടാണ്, പന്തീരങ്കാവാണ്, നൂറ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്തണം.